വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ വേലായുധാണെങ്കിൽ അവിടെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇരുന്ന് അങ്ങ് പുകവലിക്കുന്നുണ്ട്. അന്നേരം കുറുപ്പ് സാറും ശങ്കരേട്ടനും പിന്നെ ശാരദാമ്മയും ശാരിയും ഒക്കെ വീടിൻ്റെ ഉമ്മറത്തേക്ക് നിൽക്കുകയാണ്. അന്നേരം ഇതെന്തോ വലിയ വള്ളി തന്നെയാണ്, ഒരു നടക്കൊന്നും പോകില്ല എന്നിങ്ങനെ കുറുപ്പ് സാറും ശങ്കരേട്ടനും ഒക്കെ പറയുന്നുണ്ട്. അന്നേരമാണെങ്കിൽ ശാരികയും ശാരദാമ്മയും ഒക്കെ മാറി മാറി വിളിക്കുന്നുണ്ട്. പക്ഷേ ഗോപാലകൃഷ്ണൻ വിളിക്കുകയാണ്, കിട്ടുന്നില്ല. അന്നേരം കാശിൻ്റെ വല്ല കാര്യമാവും എന്നിങ്ങനെ കുറുപ്പ് സാറ് പറയുമ്പോൾ എന്ത് മാരണമാണോ എന്തോ തലയിലെടുത്ത് വെച്ചിരിക്കുന്നത്, എല്ലാം കൂടി എൻ്റെ മണ്ടയ്ക്കാണല്ലോ എന്നും പറഞ്ഞ് ശാരദാമ്മ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗോപാലകൃഷ്ണനെ. പക്ഷെ കിട്ടുന്നില്ല. അന്നേരം എന്തായാലും ബീഡിക്കുറ്റി കൊണ്ടൊരു പൂക്കളം തന്നെ അയാൾ ഹോട്ടലിൻ്റെ മുമ്പിൽ വരച്ച് വെച്ചിട്ടുണ്ട്. അമ്മ തന്നെ തൂത്തുവാരി കളഞ്ഞു കൊള്ളണം, ഭർത്താവിൻ്റെ കൂട്ടുകാരനല്ലേ എന്ന് പറഞ്ഞ് ശാരിക ദേഷ്യപ്പെടുമ്പോൾ ഡീ എന്നൊക്കെ ശാരദാമ്മ വിളിക്കുന്നുണ്ട്. അന്നേരം കുറുപ്പ് സാർ അങ്ങോട്ട് പോകാൻ എഴുന്നേൽക്കുകയാണ്. അന്നേരം സാറും കൂടി പോയാൽ എങ്ങനെയാണെന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ ശാരദ പോയി പറയേ കാശിൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാൻ ഗോപാലേട്ടൻ വന്നിട്ട് വരാൻ എന്ന് പറയുകയാണ്. അന്നേരം അങ്ങനെ പറയാമല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ശാരദാമ്മ ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഗോപാലേട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, കാശിൻ്റെ കാര്യത്തിൽ സമാധാനമുണ്ട്, നിങ്ങൾ പോയിട്ട് പിന്നെ വരാൻ പറയുകയാണ്. പക്ഷേ അയാൾ സമ്മതിക്കുന്നില്ല. പോയാലേ എനിക്ക് സമാധാനം കിട്ടില്ല, ഞാൻ കണ്ടിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് അയാൾ വീണ്ടും ഇങ്ങനെ ഇങ്ങനെ വലിച്ചങ്ങ് വിടുകയാണ്. അന്നേരം ശാരദാമ്മ ഇതിങ്ങനെ തട്ടിയെ കളയുന്നുണ്ട്. എന്നിട്ടങ്ങ് ഹോട്ടലിനകത്തേക്ക് കയറുകയാണ്. അന്നേരം ഇയാൾ ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ്, വേലായുധനോട് ആ കളിയെന്നും പറഞ്ഞിട്ട് അങ്ങനെ അവിടെ തന്നെ ഇരിക്കുകയാണ്. ഇതേ സമയം ശാലിനി ആണെങ്കിൽ ഇങ്ങനെ കാറിൽ പോവുകയാണ്. രാമേട്ടനാണ് വണ്ടി ഓട്ടിക്കുന്നത്. അന്നേരം ശാലിനി ഇങ്ങനെ ആലോചിച്ചങ്ങ് ചിരിക്കുകയാണ്. തലേ ദിവസം രാത്രിയിലെ സംഭവമാണ് ശാലിനി ഇങ്ങനെ ആലോചിക്കുന്നത്. ശാലിനി ആണെങ്കിൽ നേരത്തെ ഉറങ്ങിയിരുന്നു. പപ്പിയും സത്യയും ആണെങ്കിൽ ശാലിനിയെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുകയാണ്. അന്നേരം വിഷ്ണു ആണെങ്കിൽ റൂമിലേക്ക് ചെല്ലുമ്പോൾ നേരത്തെ കിടന്ന് ഉറങ്ങിയോ എന്ന് പറഞ്ഞിട്ട് ശാലിനിയെ പതുക്കെ ഇങ്ങനെ തോണ്ടി വിളിക്കുകയാണ്. അന്നേരം എണീച്ചു വാന്ന് വിളിക്കുകയാണ്. അന്നേരം എണീക്കാൻ പറ്റില്ല. അവരിങ്ങനെ ഞാൻ എങ്ങനെ എണീക്കുക എന്ന് പറഞ്ഞിട്ട് ശാലിനി ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കാതെ അവർ സംസാരിക്കുകയാണ്. അന്നേരം ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞിട്ട് ആദ്യം ശാലിനിയുടെ ഷീറ്റ് മാറ്റുന്നുണ്ട്. എന്നിട്ട് രണ്ടുപേരുടെയും കൈയെടുത്ത് മാറ്റുകയാണ്. എന്നിട്ട് ശാലിനിയുടെ എഴുന്നേക്ക് ഇങ്ങനെ കൈ കൊടുക്കുകയാണ്. അന്നേരം മുടി സത്യയുടെ ഇങ്ങനെ കയ്യിൽ ഇടയ്ക്കാവുന്നുണ്ട്. അന്നേരം പതിയെ എന്നും പറഞ്ഞിട്ട് എണീച്ച് ഒരുവിധം ശാലിനി ഇരിക്കുകയാണ്. എന്നിട്ട് ഞാൻ എടുക്കണമെന്നൊക്കെ വിഷ്ണു ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് മിണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് ശാലിനി ഒരുവിധം കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. അന്നേരം ഇത്രയേ ഉള്ളൂ കാര്യമെന്ന് പറഞ്ഞിട്ട് പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ശാലിനി പെട്ടെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അന്നേരം ഇവിടെ വെച്ചോ, ഇതാ എന്തുവാ വിഷ്ണു ഇട്ടെന്നും പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ വേറെ കാര്യം പറഞ്ഞുതരാമെന്നും പറഞ്ഞിട്ട് ശാലിനിയെ വിളിച്ചുകൊണ്ട് വിഷ്ണു ബാൽക്കണിയിലേക്ക് അങ്ങ് ഓടുകയാണ്. എന്നിട്ട് ഇവിടെ വെച്ചേ കാര്യങ്ങൾ പറയാനുണ്ട്. മുമ്പൊക്കെ ആണെങ്കിൽ ഞാൻ തന്നെ ഓർക്കുമ്പോൾ ഇവിടെ വന്നിരുന്ന പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിക്കും, തന്നെ കണ്ടുമുട്ടിയതും സ്നേഹിച്ചു തുടങ്ങിയതും ഒക്കെ ഓർമ്മിക്കും എന്ന് പറയുമ്പോൾ അതിൻ്റെയൊക്കെ ആവശ്യം എന്താ, ഇപ്പം ഞാൻ കൺമുന്നിൽ സത്യമായിട്ട് നിൽക്കുകയല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഇവരിങ്ങനെ ചേർന്ന് വിഷ്ണു ഇങ്ങനെ ശാലിനിയെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. ചിരിയും തമാശയും ഒക്കെ ആവുന്നുണ്ട്. ഈ സമയത്ത് സത്യം എഴുന്നേറ്റ് വരികയാണ്. അന്നേരം സത്യം ഇത് കണ്ടുകൊണ്ട് ചോദിക്കുകയാണ്, അയ്യേ ഒരു നാണോ മാനോ ഇല്ല, ഇവിടെ ഒന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുകയാണോ? അന്നേരം ഞാനല്ല എന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട്. അന്നേരം അമ്മയെ ഞാൻ എവിടെയൊക്കെ നോക്കി, അമ്മയെ കെട്ടിപ്പിടിച്ച് കിടന്നാലല്ലേ എനിക്ക് ഉറക്കം വരുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം അതിന് മുന്നേ വിഷ്ണു പറയുന്നുണ്ട്, എപ്പോഴും ഫയലും കെട്ടിപ്പിടിച്ച് ഇരുന്നോളും, ഞാൻ പിന്നെ എന്തിനാ ഇവിടെ ഇരിക്കുന്നതെന്നൊക്കെ വിഷ്ണു ചോദിക്കുന്നുണ്ട്. അതിനുശേഷമാണ് സത്യം അമ്മ ഇങ്ങോട്ട് വന്നതെന്നും പറഞ്ഞ് ശാലിനിയെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അന്നേരം പൊയ്ക്കോ അമ്മച്ചിയെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിക്കോ, ഞാനിവിടെ എവിടെയെങ്ങാനും ഇരുന്നോളാം, പഴയ ഓർമ്മയെങ്കിലും കാണും എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു പരാതി പോലെ പറയുകയാണ്. അന്നേരം സത്യം അങ്ങ് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ നീ എൻ്റെ അടുത്ത് വരുവടി സത്യഭാമ എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. അന്നേരം ഒന്ന് പോയേച്ചാ ഞാൻ വരാൻ പോകണമെന്ന് പറഞ്ഞിട്ട് സത്യം ഇങ്ങനെ തമാശയ്ക്ക് പറഞ്ഞിട്ട് ശാലിനി പോവുകയാണ്. അന്നേരം വിഷ്ണു ഇവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതാലോചിച്ച് ശാലിനി കാറിലിരുന്ന് അങ്ങ് ചിരിക്കുകയാണ്. അന്നേരം വണ്ടി ഓടിക്കുന്നത് വിഷ്ണു ആണ് എന്ന് ശാലിനിക്ക് തോന്നുകയാണ്. എൻ്റെ വിഷ്ണുവേട്ടാ ഇതെന്താ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മോളെ എന്നിങ്ങനെ രാമേട്ടൻ വിളിക്കുകയാണ്. അന്നേരം സോറി രാമേട്ട, ഞാൻ വിഷ്ണുവേട്ടനാണെന്ന് വിചാരിച്ചു, ചില സമയത്ത് വിഷ്ണുവേട്ടൻ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെയാണെന്ന് പറയുമ്പോൾ അതൊന്നും സാരമില്ല എന്ന് പറയുകയാണ്. അന്നേരം എന്നാലും എന്തെങ്കിലും പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുകയാണ്. വിഷ്ണു കുഞ്ഞിന് ജോലി പോയതിൽ സങ്കടം ഉണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം താൽക്കാലിക വേക്കൻസി ആയിരുന്നെന്ന് അറിയാമായിരുന്നല്ലോ, അതൊക്കെ അതിൻ്റേതായ രീതിക്ക് വിഷ്ണുവേട്ടൻ എടുത്തോളും, അതൊന്നും മനസ്സിലാക്കിക്കോളും, കുഴപ്പമില്ല എന്ന് പറയുകയാണ്. അന്നേരം ഇപ്പോഴാണ് എനിക്ക് ശ്വാസം നേരെ വീണത്, വിഷ്ണു കുഞ്ഞിനെ ഫേസ് ചെയ്യാനായിട്ട് എനിക്കൊരു മടി ഉണ്ടായിരുന്നു എന്നൊക്കെ രാമേട്ടൻ പറയുമ്പോൾ അതൊന്നും കാര്യമാക്കണ്ടെന്ന് പറഞ്ഞിട്ട് തുടർന്ന് വണ്ടി ഓടിച്ച് പോവുകയാണ്. ഇതേ സമയം സത്യഭാമയാണെങ്കിൽ പിന്നെ ആ ജീപ്പ് തിരിച്ചെടുക്കുന്നുണ്ട്. വീടിൻ്റെ മുറ്റത്ത് ജീപ്പ് ഇങ്ങനെ കിടക്കുകയാണ് വിഷ്ണുവിൻ്റെ. അതിനുശേഷം ഭാമ കുറച്ച് പൈസയും ആ ജീപ്പിൻ്റെ താക്കോലുമായിട്ട് അവിടെ ഇങ്ങനെ ഹാളിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയാണ്. അന്നേരം രാഘവൻ നായർ പറഞ്ഞത് ഓർമ്മിക്കുന്നുണ്ട്, നിൻ്റെ അടിമപ്പണിക്ക് അവൻ നിൽക്കുമെന്ന് തോന്നുന്നുണ്ട്, അവന് കുടുംബമുണ്ട്, പരിമിതികളുണ്ട്, അവൻ എങ്ങനെയൊന്നും നടക്കില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഭാമ ഓർത്ത് നടക്കുമ്പോൾ വിഷ്ണു ബൈക്കിലെത്തുന്നുണ്ട്. അന്നേരം വിഷ്ണു ബൈക്കിൽ നിന്ന് ഇറങ്ങിയ ജീപ്പ് കാണുമ്പോൾ വിഷ്ണുവിന് വല്ലാതെ സന്തോഷം തോന്നുകയാണ്. അന്നേരം ജീപ്പിൽ ഇങ്ങനെ തലോടിയൊക്കെ നോക്കുന്നുണ്ട്. അന്നേരം ഭാമയാണെങ്കിൽ പൈസയും താക്കോലുമായിട്ട് ഇറങ്ങി വരികയാണ്. നീ നോക്കണ്ട, നിൻ്റെ ജീപ്പ് തന്നെയാണ്, ഞാനിങ്ങ് തിരിച്ചെടുത്തു എന്ന് പറഞ്ഞിട്ട് ഇതാ താക്കോലെന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഇതാ പിടിക്കുമെന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് വച്ചു കൊടുക്കുന്നുണ്ട്. വിഷ്ണു ആകെപ്പാടെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. അന്നേരമാണെങ്കിൽ ഇത് കുറച്ച് പൈസയാണ്, പിന്നെ മാർക്കറ്റ് നടത്തുന്ന
തോമസിന് കൊണ്ടുപോയി കൊടുക്കണം. പിന്നെ പഴയ പലിശയ്ക്കല്ല, പുതിയ പലിശയ്ക്ക് എന്ന് പറയുകയാണ്. പിന്നെ പലിശയും മുതലും കറക്റ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നീ അവിടെ എത്തുമെന്നും പറയണം. ഇപ്പോഴത്തെ വിഷ്ണുവായിട്ടല്ല, പഴയ സത്യഭാമയുടെ മകൻ വിഷ്ണുവായിട്ട് എന്നിങ്ങനെ പറഞ്ഞാൽ പൈസ നീട്ടുകയാണ്. അന്നേരം വിഷ്ണു അത് വാങ്ങുന്നില്ല. അന്നേരം അമ്മ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോൾ, നമ്മൾ മുമ്പ് എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് വീണ്ടും ചെയ്യാൻ പോവുകയാണെന്ന് പറയുമ്പോൾ, അത് അമ്മയെന്ന് പറയുമ്പോൾ എന്താ നിനക്ക് മടിയാണോ, എങ്കിൽ സുഖമില്ലാത്തതിൻ്റെ അച്ഛനെ പറഞ്ഞുവിടാം, അല്ലെങ്കിൽ ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുക്കാം, എന്തായാലും ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയേ മതിയാവുകയുള്ളൂ. സത്യഭാമയും മകനും പഴയ ഫീൽഡിലേക്ക് ഇറങ്ങി എന്നുള്ളത് വേണ്ടപ്പെട്ടവരെയൊക്കെയും വിളിച്ചറിയിച്ചിട്ടുമുണ്ട് എന്ന് പറയുകയാണ്. അന്നേരം അതല്ലമ്മേ, നമ്മൾ കുറേ കാലം മാറി നിന്നിട്ട് അതിൻ്റെ പോരായ്മകൾ ഉണ്ടായില്ലേ എന്നൊക്കെ വിഷ്ണു ചോദിക്കുകയാണ്. അന്നേരം അതൊക്കെ കുറേശ്ശെ നമുക്ക് മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ വിഷ്ണു വീണ്ടും സംശയിച്ച് നിൽക്കുകയാണ്. അന്നേരം എന്താ അതിനൊക്കെ അനുസരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടോ, ഇതിൻ്റെ ഭാര്യയുടെ സമ്മതം വേണോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ശാലിനി ഇതിനൊന്നും പറയില്ല എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. അന്നേരം അന്ന് നീ ആണെങ്കിൽ ഇല്ലായ്മയിൽ നിന്ന് പട്ടിണി കിടന്ന് പിന്നെ ജീവിതം മുറുകി പിടിക്കണോ അതോ രാജാവിനെ പോലെ ജീവിക്കണോ, നീ ഒന്ന് ചിന്തിച്ച് നോക്കാം. അന്ന് ഒന്നുമില്ലായ്മയിൽ നീ ലോറിയുടെ ടയറിളക്കി നിന്നപ്പോൾ അന്ന് എൻ്റെ കണ്ണിൽ നിന്നും വന്നത് കണ്ണുനീരല്ല ചുടുചോരയാണ്. അന്നേ ഞാൻ വിചാരിച്ചതാണ് പഴയ പോലെ ജീവിക്കണമെന്നുള്ളത്. അതുകൊണ്ട് എന്തായാലും ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ തോമസിന് പണം നാളെ കൊടുത്താലും മതി, നീ ചിന്തിച്ച് നോക്ക്, രാജാവിനെ പോലെ കഴിയണോ അതോ പട്ടിണിയായിട്ട് കഴിയണോ എന്നുള്ളത് മനസ്സിലെത്തി മനുഷ്യനെ പോലെ ചിന്തിക്കുക എന്ന് പറഞ്ഞിട്ട് സത്യഭാമയാണെങ്കിൽ അങ്ങ് ആ പൈസയായിട്ട് അങ്ങ് അകത്തേക്ക് പോകുന്നുണ്ട്. അന്നേരം വിഷ്ണു ഇങ്ങനെ ചിന്തിക്കുകയാണ്. ആ പഴയ കാലം അടിയുണ്ടാക്കിയും തല്ലുണ്ടാക്കിയതും ഒക്കെ വിഷ്ണു ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. ഇതേസമയം രാത്രിയാണെങ്കിൽ ഗോപാലകൃഷ്ണൻ ഓട്ടോയിൽ കുടുംബശ്രീ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അന്നേരം ശാരദാമ്മ ഇങ്ങനെ ഓടി ഇറങ്ങി വരികയാണ്. എവിടെയായിരുന്നു ഗോപാലേട്ട, എത്ര തവണ വിളിച്ചു, എവിടെ പോയിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോഴും ശാരദാമ്മ ഹോട്ടലിൻ്റെ അവിടേക്കൊക്കെ ഇങ്ങനെ നോക്കുകയാണ്, വേലായി തന്നെയാണ് നോക്കുന്നത്. അന്നേരം ഇതൊക്കെ പറഞ്ഞാലേ അകത്തേക്ക് കയറത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഗോപാലകൃഷ്ണൻ അകത്തേക്ക് കയറുന്നുണ്ട്. അന്നേരം എത്ര തവണ വിളിച്ചു എന്ന് പറഞ്ഞ് വീണ്ടും ശാരദാമ്മ ചോദിക്കുകയാണ്. എൻ്റെ ഫോൺ സൈലൻ്റ് ആയിരുന്നു, കണ്ടില്ല എന്നുള്ളതാണ് സത്യം എന്ന് പറയുമ്പോൾ, കണ്ടപ്പോൾ പിന്നെ തിരിച്ച് വിളിച്ചുകൂടായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതിന് മാത്രം ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇവിടെ എന്താ സംഭവിച്ചതെന്നോ, ഒരാളാണെങ്കിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് കാശും തരാതെ ഗോപാലേട്ടൻ്റെ കൂട്ടുകാരനാണെന്നും പറഞ്ഞ് ആ ഹോട്ടലിൽ വന്ന് കുത്തിയിരിക്കാൻ തുടങ്ങിയതാണ്. അവിടെ ഇരുന്ന് വീടി വലിക്കുന്നുണ്ടായിരുന്നു. ഒരു 4 കവർ വീടിയെങ്കിലും വലിച്ചു കാണുമെന്ന് പറയുമ്പോൾ, അതാരാ, ഞാൻ വരുന്ന വഴിക്കൊന്നും കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണല്ലേ, ജയിലിൽ പോകാനുള്ള വഴി തുറന്നു വെച്ചിരിക്കുകയാണോ, എല്ലാം കൂടി ഇങ്ങോട്ടാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ, നീ എന്തൊക്കെയാണ് ശാരദയെ പറയുന്നത്, ജയിലിൽ പോകാനോ, ആര്, എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ, പോകേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് വേലായുധനാണെങ്കിൽ അവിടെ ഇങ്ങനെ ഉമ്മറത്തേക്ക് കയറുകയാണ്. അന്നേരം വേലായുധനെ കണ്ടിട്ട് നീയോ എന്ന് പറഞ്ഞിട്ട് ഗോപാലകൃഷ്ണൻ ഇങ്ങനെ ആകെ പേടിച്ച് നിൽക്കുകയാണ്. ശാരദാമ്മ അത് ശ്രദ്ധിക്കുന്നുണ്ട്. ഇത്രയുമാണ് എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ വേലായുധൻ്റെ സഹായത്തോട് കൂടിയായിരിക്കണം ആ ഒരു നസീറിൻ്റെ ആ ഒരു കാര്യം അവിടെ ഗോപാലകൃഷ്ണൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിനായിരിക്കും പൈസയ്ക്കൊക്കെ ആയിട്ട് ഈ ഗോപാലകൃഷ്ണൻ്റെ അടുത്തേക്ക് വേലായുധൻ വന്നിട്ടുള്ളത്. പിന്നീട് അവിടെയാണെങ്കിൽ വിഷ്ണു ആണെങ്കിൽ പഴയ ജോലിയിലേക്ക് തിരിച്ചു പോകാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. ശാലിനിയോട് പറയും, അമ്മ എനിക്കൊരു ജോലി തന്നു എന്ന് പറയുമ്പോൾ, നീ അല്ല ഇറങ്ങി തിരിക്കാനായിട്ട് തീരുമാനിച്ചു എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം തീരുമാനിച്ചു എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. സത്യഭാമയും മകനും ഫീൽഡിൽ ഇറങ്ങിയെന്ന് കുറേ പേരെയൊക്കെ അറിയിക്കാനായിട്ട് തന്നെയാണ് തീരുമാനം എന്ന് പറഞ്ഞുകൊണ്ട് ഭാമയുടെ കയ്യിൽ നിന്നും പൈസയും വാങ്ങിച്ചുകൊണ്ട് വിഷ്ണു ജീപ്പിൽ പോകുന്ന ആ ഒരു സീനൊക്കെ ഉണ്ട്. അപ്പോൾ പഴയ വിഷ്ണുവിലേക്ക് മടങ്ങുകയാണ് വിഷ്ണു അവിടെ. അങ്ങനെ ആ ഒരു സീൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്താകും എന്നുള്ളതാണ്. ഇനി ശാലിനിയും വിഷ്ണുവും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, ഈ ഒരു സന്തോഷമൊക്കെ മാറിപ്പോകുമോ എന്നുള്ളതാണ്. അതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.